കഥയാണല്ലോ ഇത്. വെറുതെ ഓർമ്മയിൽ തെളിഞ്ഞുപോയി ചില പഴങ്കഥകൾ. ഒരു മുറിവിന്റെ വേദന. ഒരു മുറിവിന് പകരം ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയിട്ടില്ലേ തിരിച്ച്? ഇത്രയും നാളും ജയിക്കുന്ന കളികളല്ലേ കളിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് തോറ്റവർക്കുള്ള കപ്പ് വാങ്ങേണ്ടി വരും അല്ലേ? കോടതി വിധിയല്ലേ നെടുങ്ങാടി, മാനിക്കണം. അറയ്ക്കൽ തറവാടിന്റെ താക്കോൽ കൂട്ടം അവനെ ഏൽപ്പിക്കണം. എന്നിട്ട് ഇറങ്ങിപ്പോണം. പോകുന്നത് തെരുവിലേക്കല്ല, പട്ടേരിമാളയേക്കും. എടുപ്പും മുഖപ്പും എണ്ണം പറഞ്ഞ വലിപ്പമുണ്ട്. പക്ഷേ ഒരു ചെറിയ നിർബന്ധം ശിവരാമനുണ്ട്. അച്ചമ്പങ്ങളുടെ മക്കൾ അറയ്ക്കൽ തറവാട്ടിൽ തിരിച്ചു വന്ന് പൊറുതി തുടങ്ങിക്കോട്ടെ. അതെത്ര നാൾ നീളണമെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നവിടെ കാലുകുത്തുന്ന കൂട്ടത്തിൽ അവനുണ്ടാവരുത്. മാധവനുണ്ണി, താനൊരു നല്ല ചങ്ങാതിയാണ്. തനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് എന്നെ ഒന്ന് കാണിച്ചതാ. എന്താടോ, താനത് ചെയ്യില്ലേ? നല്ല മഴക്കോളുണ്ട്. ശിവരാമൻ പോയിക്കുള്ളൂ. അറയ്ക്കൽ തറവാടിന്റെ നടുമുറിയിലേക്ക് മച്ചുരന്റെ ശവം കൊണ്ടുവരുമ്പോ താനവിടെ ഉണ്ടാകണം. തലയോ കാലോ തരം പോലെ പിടിച്ചു കിടത്തി വെള്ള പുതപ്പിക്കാൻ. ആരാ കുട്ടിയെ കാണാൻ വന്നിരിക്കണേ? ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? കണ്ണ് രണ്ടിലും ഇരുട്ട് കയറി തുടങ്ങിയിട്ട് കാലായിന്നറിയാം. അരുതാത്ത കാഴ്ചകൾ ഒരുപാട് കണ്ട ഈ കണ്ണിലേക്ക് ഉള്ളിൽ നിറഞ്ഞു കിടക്കണ കറുപ്പ് ഒലിച്ചു വന്നിറങ്ങിയതാ. എന്നാലും അറയ്ക്കൽ കുട്ടിക്കൃഷ്ണൻ നായർക്ക് ഒന്ന് അമർത്തി നോക്കിയാ എന്നെ തിരിച്ചറിയാൻ കഴിയും അല്ലേ? രാമൻകുട്ടി. ഉവ്, കൊല്ലശ്ശിയായി തമ്മിൽ നമ്മൾ കണ്ടിട്ട്. ഇന്നത്തെ ദിവസം വരെ നിങ്ങളും ഞാനും ചാവാതെ ബാക്കി നിന്നത് ഈ കണ്ടുമുട്ടലിന് വേണ്ടിയായിരുന്നു കുട്ടിക്കൃഷ്ണൻ നായരെ. താൻ എന്തോ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ എന്തോ ഒന്ന് നേടിയിട്ട് വന്ന പോലെ. അത്രയ്ക്ക് വലിപ്പം വെച്ചോ കൈപ്രം രാമൻകുട്ടിക്ക്? വലിപ്പം വെച്ചു, ആകാശത്തോളം വലിപ്പം വെച്ചു. രാമൻകുട്ടിയല്ല, 23 കൊല്ലം മുമ്പ് ഏങ്ങലടിച്ച് കരയുന്ന 4 കുട്ടികളെ, നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ മക്കളെ, അച്ഛനും അമ്മയും വിഷം കഴിച്ചൊടുങ്ങിയപ്പോ ഈ മണ്ണിൽ അനാഥരായി പോയ പാവങ്ങളെ അറയ്ക്കൽ തറവാടിന്റെ പടിയിറക്കി നിങ്ങൾ നടതള്ളിയപ്പോ ഈ രാമൻകുട്ടി വന്ന് കൂട്ടിക്കൊണ്ട് പോയില്ലേ? ആ കുട്ടികൾക്ക് വലിപ്പം വെച്ചത്. ഇറങ്ങിപ്പോയ തറവാട്ടിലേക്ക് അതിന്റെ മേലുള്ള അവകാശം പിടിച്ചു വാങ്ങിച്ചിട്ട് അവരിന്ന് തിരിച്ചു വരിക. ആ കാഴ്ച കണ്ണ് പൊട്ടിപ്പോയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും, കാണേണ്ടി വരും. അത് ഭയന്നാണല്ലേ അവിടെ നിന്ന് ഇറങ്ങി ഈ ഭാര്യ വീടിന്റെ അകത്ത് വന്ന് പതുങ്ങിയിരിക്കണേ. ആരും ഇല്ല അവിടെ ഈ എരപ്പയെ പിടിച്ച് പടിക്കപ്പുറത്തേക്ക് അറിയാൻ? ഒന്ന് കളയും എല്ലാറ്റിനെയും. അനങ്ങരുത്. അങ്ങനെ പിടിച്ച് പറിച്ചെറിയാൻ ഞാൻ എന്തടോ കിളവാ? തന്റെ മൂക്കിനകത്ത് നരച്ച രോമോ? എന്നെ ഒരുത്തനും തൊടില്ല. തൊടുന്നവന് പിന്നെ ചന്തി കഴുകാനും ഉണ്ണാനും കൈ രണ്ടും ഉണ്ടാവില്ല. ജന്മം കൊടുത്തിട്ടില്ലെങ്കിലും ഞാൻ മോനെ എന്ന് വിളിക്കുന്നൊരു കുട്ടിയുണ്ട് എനിക്ക്. അറയ്ക്കൽ മാധവനുണ്ണീന്ന് അവന്റെ പേര്. എടോ കുരുടൻ കിളവാ, ഓർമ്മയില്ലേ തനിക്ക്? മഹാഭാരതത്തിലും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരാള്. സ്വന്തം മകന്റെ കുതന്ത്രവും കുന്നായ്മയും കാരണം ഒരുപാട് വേദന തിന്നേണ്ടി വന്ന ഒരു അച്ഛൻ. ഇനിയുള്ള കാലം ആരുടെയും കാലം നെഞ്ചിൽ വീണ് ചാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ത്രിപുത്ര ശിവരാമനോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ. മാധവനുണ്ണിയുടെ വഴിന്ന് മാറി നടക്കാനും. ഇത് പറയാനാ രാമൻകുട്ടി വന്നത്. പോകണ ഞാൻ. ഇനി എന്നെ വരുത്തരുത്. കത്തിയുടെയും മൂർച്ചയിൽ നിന്ന് ഇപ്പോ ഒരു വെടിയുണ്ടയുടെ പാച്ചിൽ നിന്നും ഓരോ തവണയും മാധവനുണ്ണി രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ടവൻ വളർന്നു വളർന്ന് വലുതായി. ഇനി അവന് വീഴ്ചയുടെ കാലമാണ്. അറയ്ക്കൽ തറവാട് അവൻ അരക്കില്ലമാകും. പഴുതുകളില്ലാത്ത വഴികളെല്ലാം അടച്ച കോട്ട. അതിനുള്ളിൽ അവൻ ദഹിക്കും, ചുടുഞ്ഞ് ചുട്ടു കൊല്ലും. കാത്തിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. കണ്ണു മിഴിച്ചപ്പോ കാണുന്നത്
അച്ഛനും അമ്മയും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ചോറ് വാരി ഉണ്ണുന്നു. രണ്ടുപേരുടെയും കണ്ണീന്ന് കണ്ണീരൊഴുകുന്നുണ്ട്. എന്താണെന്ന് നിശ്ചയിന്റെ അടുത്ത് പോയപ്പോ ഒരു കരച്ചിൽ തൊണ്ടയിൽ പിടിച്ചു നിർത്തിയിട്ട് അച്ഛൻ പറഞ്ഞു, മോൻ പോയിക്കോ, പോയി കിടന്ന് ഉറങ്ങിക്കോ. തന്നില്ല. എന്നെ കൂടെ വിളിച്ച നിങ്ങള് കുട്ടികള് അതാവും തീരുമാനം. എന്തൊക്കെ നേടിയിട്ടും വെട്ടിപ്പിടിച്ചിട്ടും ഫലമുണ്ടോ? ഒരു നാളെങ്കിലും ഒന്ന് വരാൻ, ഒന്ന് കാണാൻ അവരെ കിട്ടില്ലല്ലോ. വെന്തില്ലേ? ഇറച്ചി വെന്തടാ, എല്ലു കുറച്ചുകൂടെ വേവാനുണ്ട്. വേണോ നിനക്ക്? ഈ കോപ്പ് കത്തിച്ചിട്ടൊന്ന് ഉണ്ടാക്കിയത്. ഒരു ഗ്യാസ് വാങ്ങിച്ചു വെച്ചൂടെ? ഊതി ഊതി എന്റെ ഗ്യാസ് പോവും. ഈ കുഞ്ഞിക്കാവുമ്പോ ചതിച്ചൊരു ചതി. അവരെ തപ്പാൻ പോയ ഗംഗാരനെയും കാണുന്നില്ലല്ലോ. ഗംഗാരനാ അവനെ എന്റെ കൈ കിട്ടിയ വിറകിന്റെ ഇടയിൽ വെച്ച് പോയക്ക് ഞാൻ തേണ്ടി. അതെ, ഈ കുഞ്ഞിക്കാവ് മേം കാത്തിരിക്കണോ? ഇവിടെ വേറെ നല്ല വേലക്കാരികളെ കിട്ടില്ലേ? കിട്ടാഞ്ഞിട്ടല്ലല്ലോ, നിന്റെ ഒന്നും സ്വഭാവം ശരിയല്ലെന്നല്ലേ വലിയേട്ടൻ പറയുന്നത്. അനുഭവിക്കും. എനിക്കെന്താ, ഞാനും അങ്ങ് ഹോസ്റ്റലിലേക്ക് പോകും. രഘുവേട്ടന്റെ കാര്യം കട്ട പുക. ഊത് ഊത് ഊതലടാ കേട്ട് ഞാൻ. എന്റെ സ്വഭാവം കെട്ടിയെടുത്തില്ലേ? നേരെ എത്രയായി? ഇവിടെ കാപ്പിയും പലഹാരം ഒന്നും ആയില്ലേ? എന്റെ മറ്റേ കാലം ഞാൻ തല്ലി ഒടിക്കും. ഇന്നലെ രാത്രി എന്തെങ്കിലും കഴിച്ചതാ? ഇങ്ങോട്ട് വാടാ, മേശപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കാം, വന്നിരുന്ന് വിഴുങ്ങിക്കോ. എന്റെ ഷർട്ടും മുണ്ടും അലക്കാൻ കൊടുത്ത് കിട്ടിയോ? ആരുമില്ല അവിടെ. കൊണ്ടുവരാ നിന്റെ അച്ചി അവളുടെ തള്ളയും. അവൻ ഓർഡർ ഇടുന്നു തേണ്ടി. എന്താ ഇവിടെ? ഒന്നുമില്ല. രണ്ട് കാലുള്ള ഒരുപാട് പേരുള്ള ഈ ലോകത്ത് ഈ ഒന്നര കാലിനെ അവിടുന്ന് കാത്തു രക്ഷിക്കണേ സ്വാമി. STD ബൂത്ത് കിട്ടാൻ എളുപ്പമുണ്ടെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ വലിയ കഷ്ടാ. ഈ പറയുന്ന കാലിന്റെ കുഴപ്പം കൂടി ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു കഥ. ഈ നാട്ടിലെ സുന്ദര കുട്ടികളൊക്കെ വലഞ്ഞാന്. ഈ നാട്ടിലേക്ക് വെച്ച് കാണാൻ കൊള്ളാത്ത ഒരു അസത്തിന് പക്ഷെ കോളായല്ലോ. എന്താ പറഞ്ഞേ? അസത്തോ? വാ, എനിക്ക് നേരം പറയാൻ. ആരാ വരുന്നേ? അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരന്റെ മുറിയിലേക്ക് തനിച്ചു കയറി വരുന്ന അലവലാതി. അയ്യ, ഒരു ചെറുപ്പക്കാരൻ. ഞാനിത് തരാൻ വന്നതാ. കുഞ്ഞിക്കാവുമ്പോ പറഞ്ഞിരുന്നു ഇവിടുത്തെ ചെറിയമ്മനെ രാവിലെ അലക്കി തേച്ച കുപ്പായം കൊണ്ടും കിട്ടിയില്ലെങ്കിൽ ബാധ ഇളകുന്നു. അലക്കാരന്റെ അവിടുന്ന് വാങ്ങിക്കൊടുക്കണമെന്നു. അതിപ്പോ വലിയ ത്യാഗമായിട്ടൊന്നും വേണ്ട, അതൊക്കെ നിന്റെ ഡ്യൂട്ടി തന്നെയാ. എവിടേക്കാന്നായി ഒരുങ്ങി കെട്ടി പോണതാവോ ചുന്നര കുട്ടൻ? ഇവിടുത്തെ ഉമ്മറത്തെ കസേരയിലെ പോയിരിക്കാനല്ലേ? അതെന്റെ വയ്യാത്ത കാലിന്റെ ഒരു താങ്ങല്ലടി. ചെവിയല്ലേ? മനസ്സിലായി. എന്താണ് മങ്കതണി അല്ല, തങ്കമണി. ആ ചെവി തരാ. ചെവി അവള് കൊണ്ടുപോയി. നിന്റെ ചെവി തരണോ? സമുദ്രനിരപ്പിൽ നിന്ന് കേവലം 3 അടി മാത്രം ഉയരമുള്ള നീ, ശരീരത്തിന് ആകെ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത നീ, നിന്റെ കയ്യിലിരിപ്പിതാണല്ലടാ. അതെ, വികലാംഗരെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, ഞങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ട്. വികലാംഗ പീഡനത്തിന് കേസ് കൊടുക്കണം. ജപ്പാനവൻ ഇവനേതെങ്കിലും പീഡനം നടത്തി നമ്മളെ കൂടി അകത്താക്കുമെന്ന് എന്റെ പേടി. ആ തൈപ്പറമ്പിലെ കുട്ടിയല്ലടാ. ആ തൈപ്പറമ്പൊക്കെ തന്നെ. ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി കൂടുതലാ പെണ്ണിന്. ലൈനാ. അതിന്റെ വീട്ടുകാർക്ക് വിരോധമല്ലേ നമുക്ക് ആലോചിക്കടാ. ഇവന്റെ കുറ്റത്തിനും കുറവിനും വേറെ എവിടെ നിന്ന് നല്ല കുട്ടിയെ കിട്ടും. വലിയേട്ടാ, ആ ആ ഡിവൈഎസ്പി മുഹമ്മദ് ഇല്യാസാ. എന്താ? ആ വരണം വരണം ഇല്യാസ് ഭായ്. ഇന്നെന്താ ഒരു അനൗദ്യോഗിക വേഷത്തില് ഇരിക്കേ? ലീവാ? ഒന്ന് നേരെ രൂപ ശ്വാസം വിടാൻ. മുഹമ്മദ് ഇലിയാസ് ഒരു പോലീസുകാരൻ മാത്രമല്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ വല്ലപ്പോഴും കാക്കി ഊരി വെക്കുന്നത് നല്ലതല്ലേ? കുടുംബത്ത് നാളികേരവും റബ്ബറും ഇല്ലാത്തവരും പിള്ളേരെ പോറ്റണ്ടേ? വേറെ വഴിയില്ലാത്തോണ്ടാ. ഇല്ലേ, ഈ മുടിഞ്ഞ പണി ഞാൻ അവസാനിപ്പിച്ചേനെ. നാളികേരവും റബ്ബറും ഉള്ളവനൊക്കെ വിഷം വാങ്ങിച്ച് തിന്നാൻ കാശില്ലാണ്ട് നടക്കുക.
ഇവിടെ ഇന്നലെ കൊപ്രയും കൊണ്ട് സർക്കാർ സംഭരണശാലയിൽ പോയ കഥ അറിയണം. കൊപ്ര വാങ്ങാൻ വയ്യ, പണമില്ലാത്രേ. ഏതാ നമ്മുടെ വണ്ടി ചാക്കിറക്കാതെ തിരിച്ചു പോരുമ്പോ കാണുന്നത് മുകളിലും താഴത്തും പിടിയുള്ളവന്റെ ചാക്ക് സംഭരണരെ പോലെ സാറ് തലച്ചുമടെ ഇറക്കി വെക്കുന്നതാ. ഇപ്പൊ പറയുന്നു ഏലാഫീസറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടിയല്ല. അവിടെ ചെന്നപ്പോ ആ ഇട്ടിക്കണ്ടപ്പൻ ലീവില്. ഞാൻ എന്റെ കൊപ്ര അങ്ങോട്ട് കത്തിക്കാൻ തീരുമാനിച്ചു. തീ അങ്ങനെ പാളുമ്പോ 1-2 ഓഫീസർമാരെ ഞാൻ അതിലിട്ട് വേവിച്ചെടുക്കും. താങ്ക് യു. ഓരോ ദിവസം കഴിയുന്തോറും ഈ നാടിന്റെ കാര്യത്തിലുള്ള വിശ്വാസം ഓരോന്നായി നഷ്ടപ്പെടുകയാണ്. പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങും എത്തില്ല. പിന്നെ ഞാൻ വന്നത് ആ ഗുണ്ട മാറോടി അബു വല്ല വിവരമുണ്ടോ? പലയിടത്തും വലയിട്ടിട്ടുണ്ട്. പക്ഷെ അവൻ വല മുറിച്ച് ചാടുന്ന പെരിച്ചാഴിയാണ്. നിങ്ങൾ ഏറ്റവും പറഞ്ഞതുകൊണ്ട് അടങ്ങിയിരിക്കുന്നതാ. പെരിച്ചാഴികളെ പിടിക്കാനും വാലിൽ പൊക്കി വെള്ളത്തിൽ മുക്കി കൊല്ലാനും അറിയാഞ്ഞിട്ടല്ല. ഇറങ്ങുമല്ലേട്ടാ ദാസം കൊണ്ടാക്കുന്നതിന് സ്റ്റേഷനിൽ. നന്നായി പഠിക്കണമെന്ന് കാരണവന്മാര് പറഞ്ഞ പോലെ പറയണില്ല. പഠിക്കുമെന്നറിയാം. എന്നാലും കളി കുറച്ച് കുറയ്ക്കുക. ഫൈനൽ ഇയറല്ലേ? അതാരാ അപ്പുവിന്റെ കൂടെ പോയ? എന്റെ അനിയൻ ദാസൻ. അതെങ്ങനെയാ? എനിക്ക് 3 പേരല്ലേ? ഇതുകൂടെ ചേർത്ത് 4. കൂടെ പറഞ്ഞതല്ല, പക്ഷെ അതുപോലെയാണ്. ഒരു ചെറിയ വ്യത്യാസം. എന്റെ ലെതർ ബെൽറ്റിന്റെ അടി വാങ്ങിക്കാത്തവൻ ഇവൻ ഒരുത്തൻ മാത്ര. അപ്പോ ഒരല്പം സ്നേഹം കൂടുതലുണ്ടെന്ന് കരുതിക്കോളൂ. എന്താ ബേബിക്കുട്ടി? അവനും കോളേജിലേക്കാ. ഞാൻ ആ വണ്ടി പൊക്കോളാം. അപ്പോ മമ്പറമ്പാവ് വലിയ പുള്ളിയാ. അയാളുടെ അനിയെന്ന് പറയുമ്പോ കഴിയുമെങ്കിൽ മുട്ടണ്ട. വലിയ പൊല്ലാപ്പായിട്ട് മാറും. നീ എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടിയ വലിയേട്ടൻ എനിക്കറിയാമല്ലോ. വലിയ പ്രതീക്ഷ നിന്റെ കാര്യത്തില്. ദാസേട്ടാ, ഞാനായിട്ട് ഒരു കുഴപ്പത്തിനും പോയിട്ടില്ല. എല്ലാം അവനായിട്ട് ഉണ്ടാക്കുന്നതാ. കഴിഞ്ഞ ദിവസവും ഞാൻ പപ്പനെ കണ്ടിരുന്നു. കാട്ടുപള്ളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ബാക്കി അവനായിക്കോളും. വേണ്ടാന്ന് വെച്ചിട്ടാ. ഇതാ ഞാൻ പറഞ്ഞു, നിനക്ക് എടുത്തിയാട്ടം കൂടുതലാ. പപ്പനെ എനിക്കറിയാവുന്നത്ര നിനക്കറിയില്ലല്ലോ. അവൻ ഇരുതല മുറിച്ചുള്ള കത്തിയാ. സൂക്ഷിച്ചില്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന്റെ കൈമുറിയും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനായിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ദാസേട്ടൻ പൊയ്ക്കോ. നിക്ക്. മമ്പറമ്പാവ് എത്ര കൂട്ടിപ്പിടിച്ചാലും നമ്മുടെ കൈക്ക് നിക്കില്ല മോനെ. വല്യാപ്പ പോക്കർ സാഹിബ് കേട്ടിക്കണ സൂപ്യാജി എമ്പാടും. അതെന്ത് ചോദ്യാണ് ബാവ? ഏറനാട്ടിലെ മാപ്പിളാർക്ക് മൂപ്പരെന്ന് വെച്ച ആരായിരുന്നു? കിരീടം വെച്ച പാതിശായിന്. അന്ന് ഈ ദേശത്തൊരു മുൻസിഫ് കോർട്ടുള്ളത് മഞ്ചേരിയിലാ. അവിടുത്തെ ജഡ്ജി സാഹിബിന് പണിയില്ലെന്തേ? കേസും കൂട്ടവും തീർപ്പാക്കണതും പഞ്ചായത്താക്കണതൊക്കെ ഈ ഉമ്മർ തന്നെ. ജാതി മതവും നോക്കിയിട്ടല്ല, സകല ഗുലാബി ജനങ്ങൾ. അതിനല്ലേ ബാവ ഇപ്പോഴും സ്ഥിതി. മമ്പറം ബാവ എന്ന് പറയണ ഈ ഇവിടെ ഉള്ളപ്പോ പോലീസും കോടതിയും കേറിപ്പോണ്ട കാര്യണ്ടാ എന്നെ പോലുള്ളവർക്ക്? ഇത് എനിക്ക് തീർക്കാൻ പറ്റൂല. ഇന്റെ വഴിക്ക് ഞാൻ നോക്കിയ ഒന്നുകിൽ എന്റെ കുട്ടിനെ അല്ലെങ്കിൽ ആ കുണ്ടനെ. രണ്ടാലൊന്നിനെ ഞാൻ കൊല്ലേണ്ടി വരും. കുളി കഴിഞ്ഞ് ഈറൻ മുടിത്തും അലക്ഷ്യമായി കെട്ടിയിട്ട്
തൂണും ചാരി നിന്ന് സ്വപ്നം കാണുകയാണോ? അയ്യോ, സ്വപ്നം കാണുമെന്നല്ല, ഒന്നും ചെയ്യാനില്ലാത്തോണ്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാത്തോണ്ട് ഇങ്ങനെ വെറുതെ നിന്നതാ. ഇതിപ്പോ ജനിച്ചതിന് ശേഷം ആദ്യത്തെ മോർണിംഗ് അല്ലല്ലോ. എന്തായിരുന്നു ഇതിനു മുമ്പുള്ള പ്രഭാതങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? അടുക്കളയിൽ കയറും, എന്തെങ്കിലും വെച്ചുണ്ടാക്കും. അടുക്കള ഒന്ന് ഇവിടെ ഉണ്ടേ. ഒരു പെൺകുട്ടിയുടെ പെരുമാറ്റത്തിനായി അത് ദാഹിച്ചടക്ക. കേറാലോ അല്ലേ? യു കേറണം. എന്നിട്ട് ഐശ്വര്യമായിട്ട് 4 ചായ എടുത്തേ. വലത് കാൽ വെച്ച് കയറിയാട്ടെ. ആ സുന്ദരി, ആ സുന്ദരി, നിൻ തുമ്പ കെട്ടി. തുമ്പല്ല, തൂണിലാവും നിന്നെ പിടിച്ച് കെട്ടുക. രാവിലെ തന്നെ ടൈറ്റാനിക്കിന്റെ ബനിയനിട്ട് പൈങ്കിളി സാഹിത്യമായിട്ട് ലൈൻ അടിക്കാറിയതാ. അതേടാ, അതിന് നിനക്കെന്താ? ഇടാ, നിനക്ക് സ്വന്തമായിട്ട് തൈപ്പറമ്പ് പതിച്ചു തന്നിട്ടില്ലേ? ഞാൻ നിന്റെ മൂത്തതാണെങ്കിൽ എനിക്ക് നിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നല്ല ആ കുട്ടിയുടെ കാര്യത്തിൽ എന്റെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണമെന്ന് വലിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ കണ്ണ് അവളുടെ ശരീരത്തെങ്ങാൻ വീണാൽ ആ കണ്ണടിച്ച് പൊട്ടിക്കാനാ വലിയേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എടാ മോനെ, കനൽക്കട്ടെ കയറി ഉറുമ്പരിച്ചാലുള്ള ഗതി അറിയാവല്ലോ. അവളെ കാട്ടിപ്പള്ളി പപ്പന്റെ പെങ്ങളാ. അവൻ പേനാക്കത്തി കൊണ്ട് മനുഷ്യന്റെ ദേഹത്ത് ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നവനാ. അതുകൊണ്ട് മക്കൾ അടുക്കള ഭാഗത്ത് അധികം കിടന്ന് കളിക്കല്ലേ. പോ, എനിക്കെന്ത് പോടാ, അങ്ങോട്ട് പോടാ. ചായ തന്നോളൂ. അവർ രണ്ടുപേരും അല്ല ചായ. ഇതിങ്ങനെ കൊണ്ടു നടന്ന് സെർവ് ചെയ്യൊന്നും വേണ്ട. ദോ, ആ ഊണ് മേശപ്പുറത്ത് ഒരു ചരുവരും അതിലൊഴിച്ചു വെച്ചാ മതി. അവന്മാര് വന്ന് മോന്തിക്കോളും. ആ പിന്നെ കുട്ടിയുടെ ഏട്ടന് വേണ്ടി വക്കീലിനെ ഏർപ്പെടുത്താനൊക്കെ വലിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ആഹാ, അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാം ചായ. നിന്നോട് പറഞ്ഞു ഞാൻ മടുത്തു മോനെ. നിന്റെ ജാതകം ഒന്നുകൂടെ വിശദമായിട്ട് നോക്കണം. സന്യാസാവും നിനക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. വിരോധമില്ല, പക്ഷെ നിന്റെ താഴെയുള്ള മല്ലന്മാരുടെ കാര്യോ? ആശാൻ പറയണതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വരട്ടെ, സമയാവട്ടെ. ഏത് സമയാവട്ടെ എന്നാ ഈ പറയണേ? നീ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയല്ലേ നോക്കണേ? നോക്കുമോനെ, 3-4 ആമ്പിള്ളേര് താമസിക്കുന്ന വീടാ. അവിടെയാ ഒരു പെണ്ണിനെ കൊണ്ട് പാർപ്പിച്ചിരിക്കണേ. നീ ശ്രദ്ധിക്കണം. ആ ദാ വരണു ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൺകുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റിയ ആള്. ഓ, ഭഗവതി പ്രത്യക്ഷപ്പെട്ടുല്ലോ. ആ, കുഞ്ഞിക്കാവു വന്നോ? എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? ഇടയ്ക്ക് ഇങ്ങനെ പിണങ്ങി പോയാൽ എങ്ങനെയാ? എവിടേക്ക് പോയാലും ഇവിടത്തെ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോ കുഞ്ഞിക്കാവിന് ഇരിപ്പുറയ്ക്കുമോ? നീ ഇവിടെ തന്നെ ഉണ്ടാവണം. കാര്യങ്ങളൊക്കെ ഗംഗാരം പറഞ്ഞു കൊടുത്തിട്ടില്ലേ? പിന്നെ കുട്ടികളുടെ കൂട്ടത്തില് കാലിൽ ഒരല്പം സ്വാധീനം കൂടുതലുള്ള ഒരുത്തനുണ്ട്. അവനെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. എല്ലാരോടെ പറഞ്ഞു എന്നെ ഒരു സാമൂഹ്യ വിരുദ്ധനാക്കല്ലേ. നീ ഇതൊരു ബഹുമതി ആയിട്ട് എടുക്കണ്ട. എല്ലാത്തിനെയും പിടിച്ച് പെണ്ണ് കെട്ടിക്കേണ്ട കാലം കഴിഞ്ഞു. ഇനി ഇവന്റെ വാക്ക് കേട്ടിരുന്നാ പറ്റില്ല. ആശാൻ ഈ കാര്യത്തിൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം. എനിക്കൊരു ജീവിതമൊക്കെ തുടങ്ങണമെന്നുണ്ട്. മൂക്ക് പല്ല് മുളയ്ക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് മുളച്ചു. എങ്ങാതരാ, നീ ഇനി പെണ്ണ് കെട്ടണ്ട. കയ്യിൽ ചില്ലറയുണ്ടെങ്കിൽ ആ പല്ലങ്ങടെ ഓപ്പറേറ്റ് ചെയ്ത് കളാം. നീയോ ഇങ്ങനെയായി. ഇനി ഒരു കല്യാണം കൂടെ കഴിച്ച് ഇതുപോലെ ബുദ്ധിയില്ലാത്ത കുറെ പൊട്ടന്മാരെ കൂടെ ഉണ്ടാക്കണോ എങ്ങാല? വേറെ പണി ഉണ്ടെന്ന് നോക്ക് നീ. കുഞ്ഞിക്കാവുവിനെ കല്യാണം കഴിക്കാൻ പോവാ. എന്താ ഈ കാണിക്കണേ? എന്റെ കുറ്റാന്നാ രാമൻകുട്ടി ആശാൻ പറയണേ. അതിൽ സത്യമില്ലാണ്ടില്ല. ആഴവും ദൂരം അറിയാത്ത കടലിൽ പാലം കെട്ടുന്ന പണിയായിരുന്നല്ലോ. അതിനിടയിൽ നേരത്തും കാലത്തും നടക്കേണ്ട പലതും നടന്നിട്ടില്ല. മനസ്സിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം നിങ്ങള്. ആർക്കും മനസ്സിലല്ലേ പറഞ്ഞത്? നമ്മുടെയൊക്കെ കല്യാണക്കാരിയാ. മോങ്കുട്ടാ, ഈ വീട്ടിലൊരു ഏടത്തിയമ്മ വരട്ടെ ആദ്യം. അതെന്തിനാ ഇനിയും താമസിപ്പിക്കുന്നത്? കേസ് ജയിച്ച് ഈ വീട് തിരിച്ചു പിടിച്ചിട്ട് മതി എന്തും. ഇത്രയും നാളും വലിയേട്ടൻ പറഞ്ഞ കാരണം അതായിരുന്നേ. എന്റെതുകൊണ്ട് മാത്രമായില്ല. ഞാനും രഘുവും തമ്മിൽ വയസ്സ് നല്ല വ്യത്യാസമുള്ളൂ. അവന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞുറപ്പിക്കാം. അപ്പൊ വലിയേട്ടന്റെ കാര്യം എവിടെയെങ്കിലും ഉറച്ചോ? അതല്ലടാ മങ്ക. ആദ്യം വലിയേട്ടന്റെ കല്യാണം. അത് 4 നിലയ്ക്ക് പന്തലിട്ട് നാടറിയിച്ച് ഞങ്ങൾ ഗംഭീരാക്കും. എന്താ രഘു? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ. സമ്മതമെന്നൊരു വാക്ക് വലിയേട്ടൻ പറയണ്ടേ? വല്യേട്ടാ, എന്റെ ചെവി പിടിച്ചു തിരിക്കൂലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വല്യേട്ടൻ ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ?
ഈ കാലം വരെ? ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, തോന്നണമുണ്ട് നിങ്ങളോട്. നമുക്കിപ്പോ വിധിയോ ദൈവങ്ങളോ സമ്മാനിച്ച ഈ ജീവിതത്തോട് അതിൽ താഴെ എനിക്ക് എന്തിനെ സ്നേഹിക്കാൻ കഴിയും? വെറുതെ പറയല്ലടാ, എനിക്കിതൊക്കെ മതി. എന്നുവെച്ചാല് പോയി ഉറങ്ങും. ഞാൻ പറയാൻ തുടങ്ങുന്നത് ഇത്രേ ഉള്ളൂ. വലിയേട്ടന് വേണ്ടി കാത്തിരുന്നു, വൈകിപ്പോയി, നഷ്ടപ്പെട്ടു എന്നൊന്നും നിങ്ങൾക്ക് ഒരു കാലത്ത് ഒരു മനസ്താപം ഉണ്ടാവരുത്. പോയി കിടന്നുറങ്ങും. ചെല്. വരൂ ടീച്ചറെ. വരൂ. പേടിക്കണ്ട ടീച്ചറെ, കണ്ണൻ സാധുവാ. കുട്ടികൾക്ക് പോലെ അവന്റെ അടുത്ത് പോയി കളിക്കാം. ഞാൻ ദിവസവും കാണുന്നതല്ലേ. വരും. അപ്പോ ദിവസവും വരുന്നുണ്ട് തങ്കമണി ഇവിടെ അല്ലേ? ദിവസം എന്ന് പറഞ്ഞാ ദിവസവും കണ്ടിട്ടില്ലെങ്കില് മോങ്കുട്ടിന് സങ്കടാവും. ഈ ടീച്ചർക്ക് ആരാ ഇതൊക്കെ പറഞ്ഞെന്നേ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്നോട് മറക്കണ്ട. നിക്കേ, ത്രികാല ജ്ഞാനുണ്ട്. ഒരാളിന്റെ മുഖം കണ്ട ഞാൻ എല്ലാ കള്ളത്തിനും മനസ്സിലാക്കിയെടുക്കും. ആരാത് കൂടെ? അതെ, അരക്കിലാര് വാടകയ്ക്ക് കൊടുത്ത കളപ്പുരയിൽ താമസിക്കുന്ന ടീച്ചറാ, ദേവി ടീച്ചർ. ഗംഗാരം പറഞ്ഞിരുന്നു കേട്ടോ ടീച്ചറിന്റെ കാര്യം. ഓ കുഞ്ഞിക്കാവമ്മ ഈ തണ്ടല് വേദന വെച്ചിട്ട് ഈ ഭാരം എടുത്ത് നടക്കണോ? അത് ലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. നിക്ക്, ഇത് എന്ത് മന്ത്രവിദ്യ? എന്റെ തണ്ടല് വേദനയുടെ കാര്യം ടീച്ചർ എങ്ങനെ അറിഞ്ഞേ? ഈ ടീച്ചർക്ക് ത്രികാലജ്ഞാനുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് സത്യല്ലേ? സത്യാണോന്നോ? എന്റെ ടീച്ചറെ, എത്ര കാലായിരിക്കണം ഞാൻ ഇതും കൊണ്ട് കഷ്ടപ്പെടുന്നത്. ഇത്തിരി തൈലം വാങ്ങിക്കൊണ്ടുവരാൻ ആ ഗംഗാരനോട് പറഞ്ഞിട്ട് ഒരു മൈൻഡില്ല. എന്റെ പേരെങ്ങനെ അറിഞ്ഞു? പെണ്ണിന്റെ അച്ഛനാ ഒരു കള്ളും കുപ്പി. ജന്മം കൊടുത്തു എന്നല്ലാണ്ട് ദേവിക്ക് ആ മനുഷ്യനെ കൊണ്ട് കാലണയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല. കല്യാണപ്പന്തലിൽ വന്നു കയറി പൂരപ്പാട്ട് തുടങ്ങി. അറയ്ക്കൽ മാധവൻ ഉണ്ണി എഴുന്നേറ്റു. പെണ്ണിന്റെ അച്ഛനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോഴാ ചെക്കന്റെ അമ്മാവൻ എന്തോ പറഞ്ഞത്. അയാളുടെ മോന്തയ്ക്ക് തൊറ്റ പൊട്ടിക്കല. ആരെ? പെണ്ണിന്റെ അച്ഛൻ. പിന്നെ പറയണോ, ചെക്കനും പാർട്ടിയും സ്ഥലം വിട്ടു. ശങ്കരേട്ടനും വലിയേട്ടനും കൂടി കാൽക്കൽ വീണ് പറഞ്ഞു. രക്ഷയില്ല, അവര് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല. പെണ്ണിന്റെ അച്ഛനെ ചുരുട്ടിക്കൂട്ടി വലിയേട്ടൻ ഒറ്റയേറാ. അയാള് നാട് കാണി ചൊരത്തിലാ പോയി വീണത്. അപ്പോഴേക്കും ചില നാട്ടുകാരിറങ്ങി. അവരുടെ വർത്തമാനത്തിന് വലിയേട്ടനാണ് അലമ്പുണ്ടാക്കിയെന്ന്. ഏത്? കല്യാണം മുടക്കിയത് മൂപ്പരാണെന്ന്. താനൊരു പെണ്ണിന്റെ ഭാവി കളഞ്ഞില്ലടോ എന്ന് വരെയായി. പിന്നെ അറിയാലോ സ്വഭാവം. ശങ്കരേട്ടനോട് ഒരു ചോദ്യ, എന്റെ കൂടെ പറഞ്ഞയക്കൂ ആ കുട്ടീനെന്ന്. അതും ഏറ്റുപിടിക്കാൻ ചില നാട്ടുകാര്. കൂടെ പറഞ്ഞയക്കണമെങ്കിൽ താലി കെട്ടിക്കൊണ്ടോണെന്ന്. അതിലൊന്നും പതറാതെ തലയെടുത്ത് നിന്ന് സമ്മതം എന്നുത്തരം കൊടുത്തു. അങ്ങനെ അതേ പന്തലിൽ വെച്ച് കല്യാണം നടന്നു. ശങ്കരൻ മരിച്ചതോടെ അവൾക്ക് അവിടെ കഴിഞ്ഞുകൂടുന്ന കാര്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെയാ ഇവിടെ കൊണ്ടുവന്ന് കളപ്പുരയിൽ പാർപ്പിച്ചത്. പേരിന് താലി കെട്ടിന്നല്ലാതെ അവർ ഈ നിമിഷം വരെ ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല. അതൊക്കെ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയാൻ സമയമാവുമ്പോ പറഞ്ഞിട്ട് മതി എന്നായിരുന്നു തീരുമാനം. ഇനി ഞങ്ങളോടെന്ത് പറയാൻ? അല്ലേ ദാസ? അതെ, പക്ഷെ തന്നിഷ്ടം കാട്ടാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്താൻ പോവാം. എന്താടാ ഒരുത്തനെയും പാടത്തേക്ക് കണ്ടില്ലല്ലോ? എവിടെ രഘുദാസനും ഒക്കെ? വാട്ട് ഈസ് ദ പ്രോബ്ലം? തേങ്ങ ചാരുകസേലയിൽ മലന്ന് കിടന്ന് ഇംഗ്ലീഷ് പറയുന്നു. കുറച്ച് വെള്ളം കിടിയിലെടുക്കാൻ പറ. കാലിലെപ്പടി ചെളിയാ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. കാല് തനിച്ച് കഴുകിയാ പോരാ, ഒരാൾ കൂടിയുണ്ട്. വലത് കാല് വെച്ച് കയറാൻ കാത്തിരിക്കുന്നു. ആര്? നിന്റെ അമ്മായിയാണ്? എന്റെ ചേട്ട ദേ ഇപ്പൊ വരും. അതോർത്തിട്ടാ പോലീസിനോട് ഞാൻ പറയും. ഞാനാണെന്ന് ഞാൻ പറയും. എന്താ
എന്താടാ വിടാൻ പറ വല്യേട്ടാ. ഇനി എനിക്കൂടെ ഒളിച്ചിരിക്കാൻ വയ്യ. ഞാൻ രക്ഷപ്പെടാൻ പാടില്ല. അത് ചതിയ. ഞാൻ ചതിക്കുക. ദാസേട്ടനെ, വല്യേട്ടനെ, രഘുവേട്ടനെ എല്ലാം ഞാൻ ചതിക്കുക. അപ്പോ നീ എന്ത് ചെയ്തു ഈ പറയുന്നേ? ഞാനാ ലക്ഷ്മിയെ കൊന്നത്. ഇല്ല, നീ അത് ചെയ്തിട്ടില്ല. നിനക്കത് ചെയ്യാൻ കഴിയില്ല. അതവളുടെ വിധിയായിരുന്നു. നീന്താൻ അറിയാത്ത ഒരു കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ വിശ്വസിക്കാൻ നീ തയ്യാറാവണം. നഷ്ടപ്പെട്ടതിന്റെ പുറകെ നീ കൂടെ പോകാൻ ഒരുങ്ങല്ല വേണ്ടത്. ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു അവള്. അവള് പോയി. എനിക്കിഷ്ടമുള്ള അനിയനാ നീ. നിന്നെ എനിക്ക് വേണം, ഞങ്ങൾക്ക് വേണം. നീ ഇനി ഇരുട്ടുമുറിയിൽ അടച്ചുമൂടി കിടക്കരുത്. നോക്ക്, ഒരു കാറ്റിലും ഉലയാത്ത നമ്മുടെ ആശ്രയം, നമ്മുടെ വലിയേട്ടൻ നിന്ന് കത്താ ഉള്ളിൽ നിന്ന് തീയുണ്ട്. അതണയണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. പഠിപ്പ് കുറവാ. ഞാൻ ആകെ പഠിച്ചിട്ടുള്ളത് ആ മനുഷ്യനെ. ആ കാലടി വീണ മണ്ണില് കാലുറപ്പിച്ച് നടന്ന് വളർന്നവനാ ഞാൻ. നാളിതുവരെ ഒരു ബീഡി ഞാൻ വലിച്ചിട്ടില്ല, കള്ളും കുടിച്ചിട്ടില്ല. എന്താ എന്റെ വലിയേട്ടൻ അത് ചെയ്യില്ല. വിവരക്കേട് പറഞ്ഞു പോയിട്ടുണ്ടാവും, ഒരു നിമിഷം ബുദ്ധി തിരിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇനി അതുണ്ടാവില്ല. നിനക്ക് പകരം എന്ത് ശിക്ഷ ആര് വിധിച്ചാലും അത് ഞാൻ സ്വീകരിക്കോടാ. അതിനുള്ള കരളുറപ്പൂടി ഞാൻ പഠിച്ചിട്ടുണ്ടടാ ഈ ജീവിതം കണ്ട്. ഒട്ടിക്കേറി പോയാലും തുന്നിക്കെട്ടി ശീലിച്ച ജീവിതാ നമ്മുടേത്. പറയട, മാപ്പ് എന്ന് രണ്ടക്ഷരം ഇവനോട് പറഞ്ഞാൽ മതി. നിന്റെ എല്ലാ തെറ്റുകളും അവൻ പൊറുക്കും, ദൈവങ്ങളും പൊറുക്കും. ശരി. എടാ, നമുക്കൊന്നും പറ്റിയിട്ടില്ല. നമ്മളെ പഴയ കുട്ടികൾ തന്നെയാ, വലിയേട്ടൻ അനിയന്മാര്. ഇവനെന്തിനാ കരയണേ? ഞൊണ്ടി ഇവിടെ വാ. അല്ല, തെണ്ടി. രഘുവിന് ദാസന് പകരം കുരുതി കൊടുക്കുകയായിരുന്നില്ല വല്യേട്ടൻ. എനിക്ക് പോയി ഏത് തെറ്റും തലയിലേറ്റി ആർക്കും കീഴടങ്ങാം. ഓർത്തതും ഭയന്നതും എന്റെ ഈ വീടിനെയാ. തൊലച്ചേനെ, തീയിട്ട് ചുട്ടേനെ തരം പാർത്ത് നടക്കുന്ന നായ്ക്കള്. അറക്കൽ മാധവനുണ്ണി മുണ്ടും മാടി കെട്ടി മീശേറ്റം പിരിച്ച് താന്തോന്നി വേഷം കെട്ടി എഴുന്നള്ളത്തിന് ഇറങ്ങിയിട്ടില്ല ഈ നിമിഷം വരെ. കഞ്ഞിക്കലത്തിൽ ഉപ്പിന് പകരം കണ്ണീര് കലക്കി കുടിച്ച് വളർന്നവൻ ഒന്ന് നിവർന്നു നിന്നു. അപ്പൊ കലിയിളകി തുടങ്ങിയത് ആർക്കാ? ദൈവങ്ങൾക്കോ? വാടാ. എന്നും എന്റെ കൈകളിൽ എന്റെ കുട്ടികൾ ഉണ്ടായാൽ മതി. പിന്നെ ഒന്നും മാധവനുണ്ണിക്ക് പ്രശ്നമല്ല. എന്തു സഹിക്കും ഞാൻ? സ്വന്തം അച്ഛനെ കൺമുമ്പിലിട്ട് വെട്ടുകത്തിക്കും കൈവാള